സുഹൃത്തുക്കളെ, അപ്പം കുറേ നാളായിട്ട് മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടന്നൊരു യാത്ര. നമ്മൾ ഇന്നലെ മാർച്ച് 30 രാവിലെ പുറപ്പെട്ടു. ഇപ്പം ദേവർശോലയാണുള്ളത്. ഇന്നലെ വൈകുന്നേരം സുൽത്താൻ ബത്തേരി എത്തി. അവിടെ ഒരു റൂമെടുത്ത് സ്റ്റേ ചെയ്തു. ഇന്ന് രാവിലെ നടന്നിറങ്ങി ഊട്ടിയിലേക്ക് പോവുകയെന്ന്. ഊട്ടിയിൽ നിന്ന് കുറച്ച് ഇറങ്ങി പിന്നെ അടുത്ത ലൊക്കേഷൻ തേടി പോകണം. അപ്പോൾ മാക്സിമം ചിലവ് ചുരുക്കിയിട്ടുള്ളൊരു യാത്രയാണ്. അപ്പം ഈ പോകുന്ന സമയത്ത് വീഡിയോ എടുക്കണം എന്നുള്ളത് എന്നെ വിചാരിക്കുന്നൊരു കാര്യമാണ്. ഈ ക്യാമറ നോക്കിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു വീഡിയോൻ്റെ ഔട്ട് എങ്ങനെ വരുന്ന എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എനിക്കിത് പറഞ്ഞ് ശീലമില്ല ഇങ്ങനെ വീഡിയോ എടുത്തിട്ട്. അപ്പം ദേവർശോലയിൽ ഒരു സ്ഥലത്ത് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് എടുക്കുന്നതാണ്. പിന്നെന്താ, പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളെല്ലാം മാക്സിമം ഞാൻ വീഡിയോ എടുക്കും. അത് വളരെ റോ ആയിട്ട് മ്യൂസിക്കൊന്നും ഇല്ലാണ്ട് എഡിറ്റ് ചെയ്യാണ്ട് അപ്ലോഡ് ചെയ്യും. എഡിറ്റ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. പിന്നെ അധികം സ്റ്റോർ ചെയ്ത് വെക്കാൻ ഫോണിൽ സ്റ്റോറേജും ഇല്ല. അപ്പം അത്രേ പറയാനുള്ളൂ. അപ്പം ചിലവിൻ്റെ കാര്യങ്ങൾ കൂടി ഞാനിത് പറയാം. മാക്സിമം ചിലവ് ചുരുക്കിയിട്ട് എങ്ങനെ ഒരു ബൈക്ക് ട്രിപ്പ് പോകാമെന്നുള്ള കാര്യം കൂടി ഞാൻ പറയാം. അപ്പം ഞാനും എൻ്റെ കൂടെ സേതുവാട്ടനുണ്ട്. ഒരു ബുള്ളറ്റാണുള്ളത്. ബുള്ളറ്റ് എടുത്തിട്ട് ഒരു വണ്ടി 2 പേരും അങ്ങനെയാണ് നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അടുത്ത സ്റ്റോപ്പ് മിക്കവാറും ഊട്ടിയായിരിക്കും. ഊട്ടി പോകുന്ന വഴിക്ക് ഹങ്കർ ഫോൾ പറഞ്ഞ സ്ഥലമുണ്ട്. ആടെ കയറണം എന്നുണ്ട്. അപ്പം അവിടെ നിന്ന് കാണാം. സേതുവും ബുള്ളറ്റും റെസ്റ്റ് എടുക്കുകയാണ്. എന്താ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ മാക്സിമം ലിക്വിഡ് മണി കൂടി കയ്യിൽ കരുതുക. ഒരു സ്ഥലത്ത് നമുക്ക് കയ്യിൽ ക്യാഷില്ല, അങ്ങനെയുള്ള സുഖം ലിക്വിഡ് മണി കൂടി എവിടെയൊക്കെ പോകുമ്പോൾ കരുതുക എന്ന് പറയുന്നത്.
അപ്പോൾ ഇപ്പോൾ ഊട്ടിയിൽ ഹംഗർഫോർഡ് എന്ന് പറഞ്ഞൊരു ടീ എസ്റ്റേറ്റിലാണ് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇവിടെ ഒരാൾക്ക് 20 രൂപയാണ്, 200 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. വരുമ്പോൾ ഡ്രൈ ആയിരിക്കുന്ന വിചാരിച്ച്, പക്ഷെ വിചാരിച്ച അത്ര ഡ്രൈ അല്ല, നല്ല മനോഹരമായിട്ട് കാണാൻ പറ്റി. കേൾക്കുന്നുണ്ടോ അറിയില്ല, നല്ല കാറ്റുണ്ട്. ഊട്ടിയിലെ ഹംഗർഫോർഡ് ഏപ്രിൽ എങ്ങനെയായിരിക്കും കാണിച്ചിട്ടുള്ളത്.